ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. എൻ്റെ ചാനൽ 500 സബ്സ്ക്രൈബറിൽ നിന്ന് എങ്ങനെ 1000 സബ്സ്ക്രൈബറായി. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് 1000 സബ്സ്ക്രൈബർ ആവാൻ കഴിഞ്ഞു. 1K ഫാമിലി ആയി. ഇപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും പേര് എൻ്റെ പാട്ടുകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരോടും എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന, എൻ്റെ പാട്ട് സ്ഥിരമായിട്ട് കണ്ട് അതിനൊക്കെ കമൻ്റ് ഇടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ കൂടെ തന്നെ ബിഗിനേഴ്സിന്, അതായത് പുതിയ യൂട്യൂബേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, ബിഗിനേഴ്സ് മാത്രം കണ്ടാൽ മതി. തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് 1K ഫാമിലി ആയി. അത് നിങ്ങൾക്കും ഈസി ആയിട്ട് നേടാൻ പറ്റും. അപ്പം 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് 1000 സബ്സ്ക്രൈബർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി വീഡിയോസ് ഇടാനാണ്. കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുക. നമ്മൾ ഒരു ദിവസം ഒഴിവാവാതെ, അതായത് ഒരു 200, 300, 400 സബ്സ്ക്രൈബറൊക്കെ ഉള്ളവർ ദിവസവും ലോങ് വീഡിയോ, അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാനൊരു സിംഗറാണല്ലോ. അപ്പം ഞാനൊരു പാട്ട് ഇടും. ലോങ് വീഡിയോ പറഞ്ഞാൽ ഒരു പാട്ട് മൊത്തമായിട്ട് പാടിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഷോർട്ടും, ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 4 വരി ഷോർട്ടാക്കിയിട്ട്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് അത് കൂടുതൽ പേര് കാണുള്ളൂ. ഒരുപാട് ലോങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടും മടുത്തു പോകും. അപ്പോൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 4 വരി അങ്ങനെ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെ ലോങ് വീഡിയോസിൻ്റെ കൂടെ തന്നെ ഷോർട്ട് വീഡിയോ ഇടണം. അപ്പോൾ ഞാൻ 1000 സബ്സ്ക്രൈബർ ആക്കിയത്, ഞാൻ ഡെയിലി വീഡിയോ ഇടാറുണ്ട്. ജനുവരി 1 2025 ജനുവരി 1 തൊട്ട് ഡെയിലി ഞാൻ ലോങ് വീഡിയോ ഇടാറുണ്ട്. കൂടെ തന്നെ ഷോർട്ട് വീഡിയോ കഴിയുന്ന പോലെ ഷോർട്ട് വീഡിയോ ആക്കി ഇടാറുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോയിലൂടെ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ട്. കൂടാതെ ലോങ് വീഡിയോയിൽ നിന്ന് വാച്ച് അവർ ലഭിക്കുന്നുണ്ട്. 2, 3 അങ്ങനെയൊക്കെ ഉള്ളൊരു വാച്ച് അവറിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം കൂടി വരുന്നുണ്ട് വാച്ച് അവർ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ലോങ് വീഡിയോ ഇടുക, ഡെയിലി വീഡിയോസ് ഇടണം. ഒരു ദിവസം ഒഴിവാക്കരുത് കേട്ടോ. കാരണം ഒരു 1000 സബ്സ്ക്രൈബറൊക്കെ ആവുന്നവരെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം, വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്, ഡെയിലി വീഡിയോ ഇടുക. പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാതെ ഒരു ദിവസം തന്നെ ഒരു 2-3 വീഡിയോ ഒക്കെ നമ്മളെ ഗാലറിയിലാക്കി വെച്ചാൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ എടുക്കാതെ കഴിയുന്നതും ഒരു 2-3 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് 3 ദിവസം അപ്ലോഡ് ചെയ്യാമല്ലോ, ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. 3 ദിവസം ഇതുപോലെ, പിന്നെ 3-ാമത്തെ ദിവസം തൊട്ട് 4-ാമത്തെ ദിവസം തൊട്ട് വേറെ വീഡിയോ ഇടണമല്ലോ. അപ്പോഴേക്ക് ഈ 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസമൊക്കെ 2-3 വീഡിയോസും കൂടെ എടുത്ത് വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് കഴിയുന്നതിന് മുന്നേ തന്നെ മറ്റ് വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ അല്ലാതെ ഒരു ദിവസം 3-4 പാട്ടോ ഞാൻ പാടി വെക്കും കേട്ടോ. പിന്നെ ഒരു 3-4 പാട്ട് ഒരു ദിവസം പാടി വെച്ചാൽ എനിക്ക് 4 ദിവസം 4 പാട്ട് വീഡിയോ ചെയ്ത് വെച്ചാൽ എനിക്ക് 4 ദിവസം അത് അപ്ലോഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, 3-ാമത്തെ ദിവസം വേറെ 4 പാട്ട് ഇതുപോലെ പാടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക നമ്മളെ ഗാലറിയിൽ. അപ്പോൾ നമുക്കത് എഡിറ്റ് ചില ദിവസമേ ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളൂ. എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് 1000 സബ്സ്ക്രൈബർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വാച്ച് അവറും കൂടെ തന്നെ കൂടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡെയിലി ഒരു ദിവസം ഒരു സമയത്ത് തന്നെ അത് നമ്മളൊരു സമയം കണക്കാക്കണം. തുടക്കക്കാരാണെങ്കിൽ പല സമയത്തും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. രാവിലെ അങ്ങനെ ഒരു ഉച്ചയ്ക്ക് തൊട്ടാവും, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ആളുകളും യൂട്യൂബ് കൂടുതൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഒരു 1 മണി 2 മണി തൊട്ട് ഏതെങ്കിലും ഒരു സമയം നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. തുടക്കക്കാർക്ക് അത് പ്രശ്നമല്ല.
ദിവസം വീഡിയോ ഏത് സമയത്തും ഇടുക. അപ്പോൾ അതിൽ നമ്മൾ ഏത് സമയത്താണോ നമ്മുടെ ചാനലിൽ വ്യൂസ് കൂടുന്നത് ഏത് സമയത്താണോ ആ സമയം നമ്മൾ ഫിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് ആ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ വൈകുന്നേരങ്ങളിൽ കൂടുതൽ വ്യൂസ് ഉണ്ടാകാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു ചാനലിൽ അങ്ങനെയാണ്. എനിക്ക് വൈകുന്നേരം 6 മണി തൊട്ട് നമ്മുടെ അനലിറ്റിക്സ് നോക്കിയാൽ അറിയാമല്ലോ, നമുക്ക് വ്യൂസ് ഏത് സമയത്താണോ കൂടുതൽ കാണുന്നത് എന്ന് നമുക്ക് അനലിറ്റിക്സ് നോക്കിയാൽ അറിയാം. അപ്പോൾ അത് നോക്കിയിട്ട് അനലിറ്റിക്സ് നോക്കിയിട്ട് ഏത് സമയത്താണോ കൂടുതൽ ആളുകൾ കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലൈറ്റ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പറയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ്. നമുക്ക് തമ്പനെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് തമ്പനെയിൽ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന തമ്പനെയിലൊക്കെ നമ്മൾ വീഡിയോ എടുത്താൽ അപ്പം തന്നെ അത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ അത്യാവശ്യമാണ് യൂട്യൂബിൽ. അത് കണ്ടിട്ടാണ് നമുക്ക് ആളുകൾ കൂടുന്നത്. നമ്മൾ തമ്പനെയിലാണ് ഫസ്റ്റ് തന്നെ ആളുകൾ ശ്രദ്ധിക്കുക. അത് അത്യാവശ്യം കാണാനൊരിതുണ്ടെങ്കിൽ അവർ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റും ഇടും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾക്ക് കമൻറ്റ് ഇടുന്ന വ്യക്തികൾക്ക് അപ്പം തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണം കേട്ടോ. അത് വൈകിക്കരുത്. ബോക്സിലൂടെ വരുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നോക്കുക. അതുപോലെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരുടെ ചാനലൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നവരുടെ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ ഞാൻ അവരുടെ ചാനലും പോയിട്ട് അവരെയും സഹായിക്കാറുണ്ട്. അവരുടെ വീഡിയോ കാണും, അതുപോലെ ലൈക്ക് ചെയ്യും, അതിൽ കമൻ്റ് ഇടും. അങ്ങനെ ഞാൻ അധികം പേരുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന അവരുടെയൊക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ 24 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക, അവരായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും. നിങ്ങളിടുന്ന വീഡിയോസൊക്കെ അവരും കാണുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.